നമുക്ക് നിമിത്തമാകണം. ആളാകാൻ കുറെ ആളുകളുണ്ടാകും. കേരളക്കര മുഴുവനും നോക്കുമ്പോൾ ഏകദേശം 14,000-ഓളം മദ്രസകൾ ഇന്ന് റൺ ചെയ്യുന്നുവെങ്കിൽ ആ 14,000 മദ്രസകൾ ഇന്ന് രാവിലെ ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് തുടങ്ങുകയും അവസാനം ഒരു സ്വലാത്തോടുകൂടി പിരിയുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു നിമിത്തമായൊരു മനുഷ്യനുണ്ട്. അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. ഈ വീട് തന്നു കഴിഞ്ഞാൽ എത്ര കൊല്ലം പഴക്കുണ്ട്? 200 കൊല്ലം. 200 കൊല്ലം പഴക്കമുള്ള വീടാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമയൊക്കെ നിലനിർത്തിയിട്ടല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ബാഫഖി തങ്ങളെ ബാപ്പ എന്താ പേര്? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മക്കളായിട്ട് ഇപ്പൊ നിലനിർത്തിക്കൊണ്ടുപോകണം. അബ്ദുൽ ഖാദർ ബാഫഖി, അവിടുത്തെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. അബ്ദുറഹ്മാൻ ബാഫഖിന്റെ മക്കള് 21 കുട്ടികളാണ് മക്കൾ. അബ്ദുറഹ്മാൻ ബാഫഖിന്റെ മകൻ 3 ഭാര്യ മക്കളായിട്ട് 21 മക്കളാണ്. 3 ഭാര്യമാരിലായിട്ട് 21 മക്കളാണ്. ഈ 21 മക്കളിൽ ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നത് 8 ആളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബാക്കി മൗത്തായിട്ടുണ്ട്. ബാവത്താര ഖബറുടെ സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. 8 ആളാണ്. 3 ഭാര്യമാരാണ് ഉണ്ടായത്. അതിൽ ഒരു ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായിട്ടുണ്ട്. പുതിയങ്ങാടിയാണ് അവരുടെ താമസം. പുതിയങ്ങാടി. പിന്നെ നമ്മള് നമ്മുടെ ബാപ്പന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ബാപ്പി തങ്ങളുടെ അഞ്ചനാണ്. അതാണ് അലി ബാഫഖി. അലി ബാഫഖിന്റെ മക്കളാണ് നമ്മൾ ഈ 9 ആള്. ഈ 9-ൽ ഒരു പെണ്ണ് പാണക്കാട് ഷെയ്ഖ് തങ്ങളുടെ മകന് നസീർ തങ്ങളുടെ ഭാര്യയ്ക്ക് പറഞ്ഞു. പിന്നെ നമ്മൾ 8 ആൺകുട്ടിയോടും ഇതര സ്ഥലങ്ങളിലായിട്ട് കല്യാണം കഴിച്ചതാണ്. നമ്മളെല്ലാവരും ഇവിടെ വീട് വെച്ചിരിക്കുന്നു. ഈ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തറവാടാണ് കണ്ടത്. തറവാടാണത്. തറവാടിൽ ഇപ്പം ഇനി ഞാനും ബാപ്പയാണ് ഉണ്ടാവുന്നത്. അപ്പം അഞ്ചനിപ്പം അഞ്ചൻ്റെ ഭാര്യയായിട്ട് മകനായിട്ട് കല്യാണം കഴിക്കാൻ മാറിയിട്ടില്ലല്ലോ. ഇല്ല, അപ്പം മാറാണ്ട് ഒരാൾക്ക് വരുന്ന ഫെബ്രുവരിയിൽ അവൻ്റെ മകളെ സെരുമൻ്റെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു കല്യാണമൊക്കെ എടുക്കുന്നു. ഞാൻ കവാടങ്ങളൊക്കെ നിൽക്കും. ഈ വീടുകളും ആ തറവാടൊക്കെ ഒന്ന് ഫ്രണ്ടായിട്ട് എടുക്കുന്നത്.
ഇങ്ങനെയില്ലാത്ത വീഡിയോ ചരിത്രം ഭക്ഷണം കഴിക്കാൻ 3-4 കാര്യം ഇറങ്ങല അപ്പൊ എന്നാ ഗ്യാപ്പ് കിട്ടൂല. ബ്യൂട്ടിയാക്കാൻ പറ്റിയ സ്ഥലമാണ്. പഴയ കാലത്താണ് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. റൂം തുറക്കണം പ്രതീക്ഷിച്ചു. അത് ബി നിലവറയാണ്. ഇതേമാതിരി നമ്മൾ കൊയിലാണ്ടി നിലവറ തുറക്കണം. 3-4 ആളെ എടുത്താണ് എപ്പോ തുറക്കാൻ പറ്റില്ല. ആകെ ഒരു മോണൊക്കെ ഉള്ളൂ. ഇതിന്റെ മുകളിൽ കൂടെ ഇതിന്റെ മുകളിൽ കയറാൻ ഇതിന്റെ മുഖത്തുണ്ട്. ഇതിന്റെ മുകളിൽ കൂടെ ഇതിന്റെ മുകളിൽ കയറാൻ അങ്ങനെ ഇവിടെ കോണി ഉണ്ടായിരുന്നു. കോണി തൽക്കാലം കിട്ടാൻ അല്ലേ ഇതികൂടെ കൊടുക്കല്ലേ ബെഡ്റൂമായി അതില് വീടില്ലേ അന്നത്തെ റെക്രേഷൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടില്ല. അന്നത്തെ റെക്രേഷൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടില്ല. അന്നത്തെ പുതിയാപ്പിള ഇപ്പോഴും പുതിയാപ്പിളായിരുന്നു ഇവിടെ. അങ്ങനത്തെ റൂമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പുതിയാപ്പിള ഇവിടെ താമസിക്കുന്ന ആ സമ്പ്രദായമുള്ള നല്ല പഴയ മരുമക്കത്തായ പണ്ട് റൂമല്ല ഒരുക്കി ഇങ്ങനെ ഒരുക്കി കെട്ടി അറ വേറെ റൂമാണ്. ഇത് രണ്ട് വേപ്പിലാണ്. നിങ്ങൾ എന്തെങ്കിലും പറയും. ഈ വീട് തന്നു കഴിഞ്ഞാൽ എത്ര കൊല്ലം പഴക്കമുണ്ട്? 200 കൊല്ലം. 200 കൊല്ലം പഴക്കമുള്ള വീടാണ്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമയൊക്കെ നിലനിർത്തിയിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ബാഫിക്ക് തങ്ങളെ വാപ്പെടുത്താം. ബാബുക്ക് തങ്ങളെ ബാപ്പ എന്താ പേര്? അബ്ദുൽ ഖാദർ ബാഫി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളെ ബാഫിക്ക് തങ്ങളുടെ വാപ്പ അബ്ദുൽ ഖാദർ ബാഫി തങ്ങളെ വീടാണ്. അപ്പൊ 200 കൊല്ലത്തിന്റെ മുകളിൽ 3 പരമ്പര വന്നതിന് ശേഷം മക്കളായിട്ട് ഇപ്പൊ നിലനിർത്തി കൊണ്ടുപോകണം. അൽഹംദുലില്ലാ. അങ്ങനെ നല്ല മെയിൻ്റെനൻസ് നോക്കണോണ്ടാണ് ഇങ്ങനെ ക്ലീൻ നിൽക്കുന്നത്. ഇതിലിറങ്ങാം. ആ
നാല് തലമുറകളാണ് അല്ലേ? മാഷാ അല്ലാഹ്. ഇതാണ് പഴയ കാലത്ത്. പിന്നെ മറ്റേ കോണിക്ക് വെച്ചത് അത് ആ പെണ്ണുങ്ങൾക്ക് ഇതാണുങ്ങൾക്ക് അങ്ങനെ. നമ്മളിപ്പോ ആണുങ്ങളെ വൈകൂടി പോകുന്നത്, മറ്റൊരു പെണ്ണുങ്ങളോ. ഇതാണ് ആണുങ്ങളെ കോണിയാണ്. പിന്നെ വഴിയാണിത്. പുയ്യാപ്പിള റോഡ് ആണുങ്ങളെ കോണി. പുതിയാപ്പിള വരുന്ന തീരുമാനം പുതിയാപ്പിള അല്ല. ഇവിടെ നമ്മള് കൊറോണ പീരീഡിലൊക്കെ ജമാഅത്ത് നിർത്തിയില്ല. ജമാഅത്തുണ്ടായിരുന്നില്ലേ? നമ്മളെല്ലാവരും കുടുംബം കൂടിയാൽ തന്നെ ഇവിടെ ജമാഅത്തിനുള്ള സ്ഥലം ഉണ്ടല്ലോ. അങ്ങനെ തന്നെ അത് നിസ്കാരമായി വന്നേരം. എനിക്ക് റൂമിലല്ലേ ഓട്ടറാണ്ടാ ഓട്ടർ ഇതിന്റെ കാര്യമുള്ളൂ. പോയിട്സൊക്കെ അതിലേ ഉണ്ടാവുള്ളൂ. ഉണ്ടാ 800 കിലോ നേരത്തെ മല പൊതുണ്ടോ? ഏതായാലും
കോഴിക്കോട് കല്യാണത്തിന് കയറാറുണ്ട്. നാളെ കല്യാണം കുട്ടികള് എല്ലായിടത്തും വീടായി ഒക്കെ വീടായി വീട് പൊളിച്ചിട്ട് ഇവിടെ വലിയൊരു പന്തലുണ്ട് കളിക്കാനുള്ള ഇവിടെ കിടക്കാൻ റൂമായിരുന്നു ഔട്ട് ഹൗസിലായിരുന്നു നിസാമുദ്ദീൻ ജമീലിൽ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര അത്രയും കെട്ടുറപ്പിലും അത്രയും മാറ്റത്തിലൊക്കെ സാധാരണ കവിയിലയിൽപ്പെട്ട വലിയൊരു സംഭവം തന്നെയാണ്. അൽഹംദുലില്ലാ കാണാൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷം. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ചും തങ്ങന്മാരൊക്കെ ഇതാക്കാനൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച വാപ്പാനെ കണ്ടത് അല്ലേ? അല്ലെ ഇവിടെ ഉണ്ടാവില്ലോ? ഉണ്ടാവില്ല. അത് വാപ്പാനെ കണ്ടത് വലിയ സന്തോഷമായി. അപ്പൊ അതാണ് ബാപ്പന്റെ പേരാണ് അബ്ദുൽ ഖാദർ ബാഫക്കി, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി, അവിടുത്തെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി. പിന്നെ അബ്ദുറഹ്മാൻ ബാഫക്കിന്റെ മക്കള് 21 കുട്ടികളാണ് മക്കൾ. അബ്ദുറഹ്മാൻ ബാഫക്കിന്റെ മകൻ 3 ഭാര്യ മക്കളായിട്ട് 21 മക്കളാണ്. 3 ഭാര്യമാരിലായിട്ട് 21 മക്കളാണ്. ഈ 21 മക്കളിൽ ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നത് 8 ആളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബാക്കി മൗത്തായിട്ടുണ്ട്. ബാവത്താര ഖബറുടെ സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. 8 ആളാണ് 3 ഭാര്യമാരാണ് ഉണ്ടായത്. അതിൽ ഒരു ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് പുതിയങ്ങാടിയാണ് പുതിയങ്ങാടി. പിന്നെ നമ്മള് നമ്മുടെ ബാപ്പന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ബാപ്പി തങ്ങളെ അനുജനാണ്. അതാണ് അലിബാഫക്കിന്റെ മക്കളാണ് നമ്മൾ ഈ 9 ആള്. ഈ 9 ഒരു പെണ്ണ് പാണക്കാട് ഷെയ്ഖ് തങ്ങളെ മകന നസീർ തങ്ങളെ ഭാര്യയായിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ 8 ആൺകുട്ടിയോടും ഇതര സ്ഥലങ്ങളിലായിട്ട് കല്യാണം കഴിച്ചതാണ്. നമ്മളെല്ലാവരും ഇവിടെ വീട് വെച്ചിരിക്കുന്നു. ഈ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് 7 ആള് തറവാടാണ് കണ്ടത്. തറവാടാണത്. തറവാടിൽ ഇപ്പൊ ഇനി ഞാനും ബാപ്പിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അഞ്ചനിപ്പം അഞ്ചന്റെ ഭാര്യയായിട്ട് മകനായിട്ട് കല്യാണം കഴിക്കാൻ മാറിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പം മാറാണ്ട് ഒരാൾക്ക് വരുന്ന ഫെബ്രുവരിയിൽ മകന്റെ മകളെ സീരുമന്റെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു കല്യാണക്കാരി. ഞാൻ കവാടങ്ങളൊക്കെ നിൽക്കും. ഈ വീടുകളും ആ തറവാടൊക്കെ ഒന്ന് ഫ്രണ്ട് ആയിട്ട് എടുക്കുന്നത്. ശരി കാണല്ലേ? അല്ലേ
മറ്റുള്ളവരോട് മറ്റുള്ളവർ ശരീരത്തിന് മോക്ഷത്തിൽ കാട്ടുകയും ചക്കയിൽ അന്വേഷിക്കൽ റാമത്തുള്ളാലും പ്രാഥമിക മച്ചാക്കി ചമച്ചിലാരും ജമാഅത്ത് സാധ്യത മെച്ചുവായ മുക്കാറാണ് മുൻകൂറായ ഒരു പറമ്പായ മച്ചാക്കി ചെറിയ ചിലതയും നെല്ലിയിൽ അവിടെ ഇമാമിനെ Usilatan ang dapat sa ating pagkakusin mo po para na masalite ko ang nagkaya. Dito na sa niya usil mo na umara na sa kanya. Abigat sa mga mga tayo minulila. Kaya yun naman sa po namin. Yan yung nakareman.